ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തകർത്ത തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ ഇല്ലയോ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് പഴയതുപോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പം ആദ്യമേ നിങ്ങൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് വളരെ നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം ഈ ഒരു തേർഡ് പാർട്ടി മൂലം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നമ്മളുടെ ചുറ്റിനുമുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. Five of Wands. Three of Swords. Three of Wands. Two of Cups. Ten of Swords. Seven of Swords. Queen of Cups. Nine of Cups. അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഏസ് ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാകാനായിട്ട് പോകുന്നു. അതായത് രണ്ട് കൂട്ടരും തമ്മിലുള്ള ഇത്രയും നാളത്തെ ഒരു കോമ്പറ്റീഷന് ശേഷം വിജയം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന സൂചനയാണ് ഈ കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എന്തായാലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ എനർജി കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് പ്രകാരം എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അടുത്തുള്ള കുറച്ച് മാസത്തിനകം തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തതിന് ഉടനെ ഒരു സക്സസ് ഉണ്ടാകാനായിട്ട് പോകുന്നു.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് അവസാനിച്ചൊക്കെ പോയതാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതോടുകൂടി പല കാര്യത്തിലും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് വായിക്കാം. ഇവിടെ വന്നിരിക്കുന്ന എനർജി പ്രകാരം നിങ്ങളുടെ ബന്ധത്തിൽ വന്ന തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ അത്രയധികം അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനാണ് ആ ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് പോയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, രണ്ടാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തി വളരെയധികം ഭാരം ചുമന്നുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഈ തേർഡ് പാർട്ടിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അധിക ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് വളരെയധികം സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നാമത്തെ കാർഡ് നോക്കൂ. ഇത് വേണോ വേണ്ട എന്നുള്ള ആശങ്കയിലാണ് തേർഡ് പാർട്ടി. കാരണം നിങ്ങളുടെ വ്യക്തിയുമായുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. അതുപോലെ തന്നെ കൺഫ്യൂഷനിലുമാണ്. ഇപ്പോൾ അവർ ഉള്ള സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ വളരെയധികം പാടുപെടുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് മൂന്നാമത്തെ കാർഡ്. അവർ സാഹചര്യത്തിൻ്റെ എല്ലാ വശങ്ങളും വളരെയധികം ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായി നിരന്തരമായ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. വളരെ പിരിമുറുക്കമുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ തീർച്ചയായും നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കടുത്ത മത്സരമാണ്. തേർഡ് പാർട്ടിയും വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ പേഴ്സണും വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെ വഴക്കുകൾ അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളത് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അവർ വളരെയധികം മനോവിഷമം അനുഭവിക്കുന്നു. ഇവർക്ക് ഇത്രയധികം മനോവിഷമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർ അടുത്ത സ്റ്റെപ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ്. ഇതിലിനി നിൽക്കേണ്ട കാര്യമുണ്ടോ, ഇതിലിനിയും തുടർന്നാൽ എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യം അവർ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുകയാണ്. അവർ സിറ്റുവേഷൻ അപ്പുറം കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പാസ്റ്റ് ലൈഫ് കർമ്മ കാണുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ ഒരു ജന്മം മീറ്റ് ചെയ്തത്, അല്ലെ അവർ തേർഡ് പാർട്ടിയിലേക്ക് അടുത്തതും, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് അടുത്തതും. അപ്പം എന്തായാലും ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഇവിടെ തീരാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, തേർഡ് പാർട്ടി എല്ലാ വശങ്ങളും ചിന്തിച്ചതിന് ശേഷമാണ് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ചില ഭാവമാറ്റങ്ങൾ ഒക്കെ ഇവർക്ക് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാകുന്നത്. പക്ഷെ അവർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഇവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് 10 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്.
അതേസമയം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായി നടക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് വളരെയധികം മനോദുഃഖമുള്ളതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി വളരെയധികം വിഷമിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മ ഇപ്പോൾ അവർക്ക് തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും അവർ വളരെയധികം സങ്കടപ്പെടുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആകെ തകർന്നു പോയൊരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ അവർ ആഗ്രഹിച്ച ഒരു പൂർണ്ണതയിലേക്ക് അവരുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ എനർജിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ പോലും തീർത്തും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. അപ്പം ഇതാണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി. എന്തായാലും അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവർ ഒഴിഞ്ഞു പോകുന്നതാണ്. അതാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സക്സസ്സും ഉണ്ടാവാനായിട്ട് പോകുന്നു. അപ്പം നമുക്ക് ഇനി നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി ഇത്രയും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത്? ആ ഒരു ടോപ്പിക്കാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം തേർഡ് പാർട്ടി ഈ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. കുറച്ചധികം കാർഡ്സ് വേണം, അത് ഞാൻ എടുക്കുന്നില്ല. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏസ് ഓഫ് കപ്സ്, 6 ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, 4 ഓഫ് വാൻസ്, ഹൈ പ്രീസ്റ്റസ്, Seven of Pentacles, തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്? ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെപ്പറ്റി ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഈ ഒരു സമയം. അതായത് അവർ ഈ ഒരു തകർന്നിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് നോക്കാം. അവർ നിങ്ങളെ കാണുന്നത് ആത്മാർത്ഥതയുള്ള ഒരാളായിട്ടാണ്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നതായി അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവർ നിങ്ങളോട് വളരെയധികം അസൂയ ഉള്ളതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അസൂയയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദേഷ്യമുണ്ട്. അതൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ അടിത്തറ വളരെയധികം സ്ട്രോങ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. കാരണം അവർ അത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് തകർക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ ചിന്തിക്കുമ്പോഴും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവർ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ വ്യക്തി തിരികെ വരുന്നതും കാത്ത് ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമാണെന്ന് ആ ഒരു തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നു. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്ക് വൈകാതെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ സാധിക്കുമെന്ന് ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അവർക്ക് സെൽഫ് ഡൗട്ട് തോന്നുകയാണ്. കാരണം അവർ നിങ്ങളെയും അവരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ
നിങ്ങളെയും അവരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സ്നേഹമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരുമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ആത്മവിശ്വാസം തോന്നുന്നില്ല ഈ ഒരു സമയം. അപ്പം അവരെന്തായാലും പാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. അപ്പം അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായുള്ള ആ ഒരു കണ്ടുമുട്ടിയ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം. അതെല്ലാം അവരിങ്ങനെ ചിന്തിക്കുകയാണിരുന്നു. എന്തായാലും അവർക്ക് നിങ്ങളോട് വളരെയധികം ദേഷ്യമുള്ളതായിട്ട് കാണുന്നു. അതാണ് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി. അതുപോലെ തന്നെ കാര്യങ്ങൾ അവർ ബുദ്ധിപരമായി നീക്കാൻ ശ്രമിക്കുന്നതും കാണാൻ സാധിക്കുന്നു. അപ്പം ഇതാണ് തേർഡ് പാർട്ടി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഈ ഒരു സമയം. അപ്പം എന്തായാലും ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ കാണാം, നിങ്ങൾ വിജയിക്കാൻ പോകുന്നു, അവർ തോൽക്കാൻ പോകുന്നു എന്നവർ മനസ്സിലാക്കിയിട്ടുള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ അടിത്തറ ഒരിക്കലും തകർന്നു പോകുന്നതല്ല, അതിനത്രയും സ്ട്രോങ് ആണ് അതിൻ്റെ അടിത്തറ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. കാരണം അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെ നേടാനായിട്ട് ശ്രമിച്ചിട്ടും അതൊന്നും നേടാനായിട്ട് അവർക്ക് സാധിച്ചില്ല. എല്ലാം തകർന്ന് തരിപ്പിടമായി പോയ ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് വളരെയധികം കടുത്ത അസൂയ ഉള്ളതായിട്ട് കാണുന്നു, വളരെയധികം ദേഷ്യമുള്ളതായിട്ട് കാണുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ.